2019 42 സൈനികരുടെ മരണത്തിന് കാരണമായ പുൽവാമയിൽ നടന്ന ബോംബ് സ്ഫോടനം പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരന്മാരുടെ പദ്ധതിയാണ് എന്ന് ഭാരതം അന്നേ ആരോപിച്ചിരുന്നു. പിന്നീട് രാജ്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാനിലെ നിരവധി ഭീകര താവളങ്ങൾ തകർത്തുകൊണ്ട് ഒട്ടനവധി ഭീകരരെയാണ് ഭാരതം അന്ന് കൊന്നുതള്ളിയത്. പക്ഷേ പ്രതിപക്ഷം സൈനികരുടെ മരണത്തിൽ ഇന്റലിജൻസ് ഏജൻസികളെയും കേന്ദ്ര സർക്കാരിനെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ ഓപ്പറേഷന്റെ ലക്ഷ്യപ്രാപ്തിയെ നിരന്തരം ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ വിമർശനങ്ങൾ അവിടെയൊന്നും നിന്നില്ല. പാകിസ്ഥാനെ തൊട്ടാൽ ഹാലിളകുന്ന മത തീവ്രവാദികൾ അത്യന്തം നിന്ദ്യമായ ആരോപണം നരേന്ദ്രമോദിക്ക് നേരെ നടത്തി. ഈ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ മോദിയാണെന്നും ഇലക്ഷനിൽ ജയിക്കുവാനാണ് ഇതെല്ലാം നടത്തുന്നത് എന്നുമുള്ള ഭാഷയിൽ അവർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം നൽകി. BJPയുമായി ഉടക്കി നിന്നിരുന്ന മുൻ കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും അവരുടെ ആയുധമായി മാറി. അന്നെല്ലാം പാകിസ്ഥാനെ ന്യായീകരിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്തു പോന്നത്. രാജ്യത്ത് ഭീകരവാദി ആക്രമണം ഉണ്ടാകുമ്പോൾ മറുവശത്ത് അതിന്റെ പാപഭാരം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വച്ചുകെട്ടുവാനുള്ള തിടുക്കത്തിലായിരുന്നു കോൺഗ്രസ്. ഏതെങ്കിലും അവസരത്തിൽ കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെതിരെയോ ചൈനയ്ക്കെതിരെയോ തിരിച്ചടിച്ചാൽ ശത്രു രാജ്യത്തിന്റെ നഷ്ടങ്ങൾ മറച്ചുവെച്ച് തെളിവുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു തന്ത്രവും ഈ കാലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തിപ്പോന്നു. ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയിൽ ഇത് വൻ പ്രചാരണത്തിലേക്ക് എത്തിക്കുന്നതിൽ ഇന്ത്യയിലെ പാകിസ്ഥാൻ ലോബികൾ വിജയിച്ചു എന്ന് വേണം കരുതാൻ. പഹൽഗാം ആക്രമണം ഇന്ത്യയിൽ മറ്റൊരു അധ്യായമാണ് തുറന്നത്. പഹൽഗാമിന് തിരിച്ചടിയായി നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടയിൽ പാകിസ്ഥാന്റെ എയർ വൈസ് മാർഷൽ ഔറംഗസീബ് അഹമ്മദ് 2019 കാശ്മീരിലെ പുൽവാമയിൽ 42 പട്ടാളക്കാരുടെ രക്തസാക്ഷിത്വത്തിന് വഴിവെച്ച സ്ഫോടനം പാകിസ്ഥാൻ നടത്തിയതാണെന്നും അത് തങ്ങളുടെ തന്ത്രപരമായ മികവാണെന്നും പറഞ്ഞത് പുൽവാമ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് സംശയലേശമന്യേ പുറത്തു കൊണ്ടുവന്നു. ഈ വെളിപ്പെടുത്തലിലൂടെ തിരിച്ചടിയേറ്റത് ഇന്ത്യയിലെ പാകിസ്ഥാൻ ലോബികൾക്കാണ്. നരേന്ദ്രമോദിയെ നേരിട്ട് കുറ്റവാളിയായി ചിത്രീകരിച്ചു കൊണ്ടിരുന്ന അവസരമാണ് അവർക്ക് അന്ന് നഷ്ടമായത്. ഏതായാലും ഈ ഏറ്റുപറച്ചിലൂടെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഭീകരതയുടെ കേന്ദ്രമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രശ്നങ്ങൾ കേന്ദ്ര നേതൃത്വം ഉണ്ടാക്കുന്നതാണെന്നുള്ള നെറേറ്റീവുകളും ഇതെല്ലാം തിരഞ്ഞെടുപ്പ് വിജയിക്കുവാൻ ആണെന്നുമുള്ള നിരന്തരമായ വിഷം വമിപ്പിക്കുന്ന ആഭ്യന്തര പാകിസ്ഥാനുകളുടെ ആരോപണങ്ങളും ഇന്ത്യയെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും ഭീരുക്കളായ പാകിസ്ഥാനെ രക്ഷപ്പെടുത്തുവാനും ഒരുക്കുന്ന തന്ത്രങ്ങൾ മാത്രമാണ്. ഇത് പൊതുജനം ചർച്ച ചെയ്യണം.